മലമുടിയിൽ നിന്ന് മരണം ഒഴുകി വന്നൊരു ദിവസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോപാധിയായ കട നഷ്ടമായത് മുഹമ്മദ് അലി, ആ കഥാപാത്രത്തെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. അദ്ദേഹം നമ്മൾ കാണിച്ചാണ് ചാനലിൽ. അദ്ദേഹത്തിൻ്റെ വീടിന് ഇപ്പോൾ ജപ്തി ഭീഷണി വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നത്. നാളെ ജപ്തി നോട്ടീസ് പതിക്കുമെന്നാണ് ബാങ്ക് ഓഫ് ബറോഡ പറയുന്നത്. 8 ലക്ഷം രൂപ അദ്ദേഹം ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ബറോഡ ജപ്തി പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വളരെ വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ്. ചൂരൽമലയിലെ ബെയിലിപ്പാലത്തിന് തൊട്ടടുത്താണ് മുഹമ്മദ് അലിയുടെ ഈ കടകൾ ഉള്ളത്. ഈ കടകളുടെ നിർമ്മാണത്തിന് വേണ്ടി വീടിന്റെ ആധാരം വെച്ചാണ് പണം ലോണായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനാണ് ജപ്തി ഭീഷണി വന്നിരിക്കുന്നത്. ഈ ഒരു പ്രദേശം ആകെ തന്നെ റെഡ് സോണിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതിവിധി. അപ്പോൾ പൂർണ്ണമായും ജീവനോപാധി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് മുഹമ്മദ് അലി. അദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് ഈ ലോണ് അടച്ചു തീർക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജപ്തി ഭീഷണി വന്നിരിക്കുന്നത്. നാളെ നോട്ടീസ് പതിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ കൂടെ ചേരുകയാണ്. മുഹമ്മദ് അലി, എന്താണ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്? മറ്റൊരു വഴിയും ഇല്ല അല്ലേ അടയ്ക്കാൻ? ഇല്ല, ഒരു വഴിയില്ല. കാരണം ഞങ്ങളെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇനി സർക്കാർ കനിഞ്ഞാലേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ സർക്കാർ ഞങ്ങളെ നേരെ കണ്ണു തുറക്കണം. ഞങ്ങളെ ലോണുകൾ എഴുതി തള്ളി ഞങ്ങൾക്ക് ഇതിന് അർഹമായ നഷ്ടപരിഹാരം തന്ന് ഞങ്ങളെ സഹായിക്കണം. ഇന്നേ വരെ സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ സർക്കാർ കണ്ണു തുറക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ കടയും നഷ്ടപ്പെട്ടു, ഇപ്പോൾ വീടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പോൾ സർക്കാർ ഞങ്ങളെ നേരെ കണ്ണു തുറന്ന് ബാങ്ക് പറയുന്നത് നിങ്ങൾ ലോൺ ഇടിയുവാണ് 60 ദിവസത്തിൻ്റെ മേലെയായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോൺ നിർബന്ധമായിട്ട് അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ നോട്ടീസ് പതിക്കും, നിങ്ങളെ ഫോട്ടോ അടക്കം എടുത്ത് പബ്ലിഷ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാനേജറാണോ വിളിച്ചിരിക്കുന്നത്? മാനേജറാണ് വിളിച്ചത്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് എത്രയാണ് ലോൺ എടുത്തത്? ഞാൻ മൊത്തം 20 ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 10 ലക്ഷം പിന്നെ ബിസിനസ് ലക്ഷമാണ് എടുത്തിരുന്നത്. 10 ലക്ഷം രൂപ ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പോൾ 8.5 ലക്ഷത്തോളം രൂപ കുടിശ്ശികയായിട്ടുണ്ട്. 8 ലക്ഷം രൂപയ്ക്കാണോ വന്നിരിക്കുന്നത്? അതെ അതെ, ഇതായിരുന്നു ആകെയുള്ള ഒരു വരുമാനമല്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ജീവിതമൊക്കെ? എങ്ങനെയാണ് ജീവിതം പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകുന്നുണ്ട്. ആ പണി എടുത്തിട്ടാണ് ഇപ്പോൾ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ KSFE അതുപോലെ തന്നെ എനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. KSFEയും ഒരു പരിഗണനയും ഞങ്ങൾക്ക് തരുന്നില്ല. വരുമാനമാർഗ്ഗം ഇവിടെയാണ്, ഞാൻ താമസം മേപ്പാടിയാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു ആനുകൂല്യം തരാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ചൂരൽമലയിലായതുകൊണ്ട് വരുമാനം മുഴുവൻ ഇവിടെയും വീട് മേപ്പാടിയോ ആണല്ലേ? അതുകൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോ റെഡ് സോണിലാണല്ലോ ഈ പ്രദേശം. കളയേണ്ടി വരും. ഇതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ ബിൽഡിംഗ് ഓണേഴ്സാണ്. ഞങ്ങൾ സർക്കാരിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല. സർക്കാർ ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. 1 രൂപ പോലും ബിൽഡിംഗ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. മറ്റൊരു ബിൽഡിംഗ് ഓണർ കൂടി ചേരുന്നു. എന്താണ്? തീർച്ചയായും സാറേ, നമുക്ക് ഇത് ബാങ്ക് എന്നുള്ള വിളിയും ഈ ലോണ്, ഗോൾഡ് ലോണും ആധാരം, എൻ്റെ തറവാടിൻ്റെ ആധാരം വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ബാങ്കുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്ന് പൈസ അടയ്ക്കണം. ഗോൾഡ് എന്നിട്ട് മറ്റാൾക്കാരെ പേരിൽ പുതുക്കി വെക്കാൻ വേണ്ടി പറയാം. മേപ്പാടിയുള്ള ആൾക്കാരെ കൊണ്ട് പുതുക്കി വെപ്പിച്ചാണ് ഇപ്പോൾ അടുത്ത് ചെയ്ത SBI മേപ്പാടി. വൈഫിൻ്റെ അനിയത്തിയാണ് മേപ്പാടിയുള്ളത്. അവരെ പേരിൽ അത് പുതുക്കി വെപ്പിച്ചു. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അന്നാ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മാനസികം, നമുക്ക് ഉറക്കല്ല. രാത്രി 2 മണി കഴിഞ്ഞ് 3 മണി നമുക്ക് ഉറക്കല്ല. എന്ത് ചെയ്യും? പിന്നെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കാണ് അഡ്വാൻസ് വാങ്ങിയവർ. ഞങ്ങൾക്ക് പൈസ വേണം, അടുത്ത മാസം. ഞങ്ങൾ എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് നിങ്ങൾ പറയും? ഞങ്ങൾ ഉണ്ടായിട്ടല്ല വ്യാപാരികളുണ്ടായി. നിങ്ങളുടെ ജപ്തി ഭീഷണിയിലും ഈ കലക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടോ? എല്ലാവരും കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. MLAയുടെ ലെറ്റർ വാങ്ങിയിട്ട് ഞാൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഇതൊരു പരിഗണന നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ജപ്തിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണോ പറയുന്നത്? അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ന്യൂസൊക്കെ കേട്ടിട്ട് അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഇന്നലെ എന്നെ വിളിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ വയലൻ്റ് ആയത്, ഞങ്ങൾ ഇന്നമാതിരി ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് അത് പറയാനാണ് എന്നെ ഇന്നലെ വിളിച്ചത് അവർ. കാരണം നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ വീടും നഷ്ടപ്പെടും. എനിക്ക് കല്യാണപ്രായമായ 3 പെൺമക്കളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ സർക്കാർ ഞങ്ങളെ കണ്ണ് തുറന്ന് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന അർഹമായ നഷ്ടപരിഹാരം തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. SKN, അപ്പോൾ ഈ ബിൽഡിംഗ് ഓണർമാർ അവരെ കൂടി പരിഗണിക്കണം. കാരണം അവർക്ക് ഇതൊക്കെ റെഡ് സോണിലാണ്. അപ്പോൾ ഇതൊക്കെ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബാങ്കുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ മുഹമ്മദ് അലിയുടെ വീട്ടിൽ ഈ ജപ്തി നോട്ടീസ് പഠിപ്പിക്കും. പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊക്കെ അവർക്ക് ഇപ്പോൾ തന്നെ ഉറക്കമില്ല എന്നുള്ളതാണ് ഈ ബിൽഡിംഗ് ഓണർമാർ പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടി കൃത്യമായി
കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ്. പലരും താമസിക്കുന്നത് മേപ്പാടി അടക്കമുള്ള പ്രദേശമായിരിക്കും. പക്ഷേ ഈ ചൂരൽമലയിലോ മുണ്ടക്കയിലോ ഒക്കെ ആയിരുന്നു അവരുടെ വരുമാന മാർഗം. അത് പൂർണ്ണമായും നിലച്ച ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ആവശ്യം. മുഹമ്മദ് അലിയുടെ ഈ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടി ഉണ്ടായില്ല എന്നും പറയുന്നു. SK. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ബാങ്ക് ഓഫ് ബറോഡയാണ് ജപ്തി നോട്ടീസ് കൊടുത്തത്. ബാങ്കിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, കാര്യം അവിടെ ലോൺ എടുത്താൽ നമുക്ക് തിരിച്ചടക്കിയ മാർഗ്ഗമുള്ളൂ. അതേസമയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാർക്കെങ്കിലും ഇദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇത് ഒരാളിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ചധികം ആൾക്കാർക്ക് അവിടെ പ്രശ്നമുണ്ടോ? ഇതിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും അതുപോലെ വയനാടിൻ്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആളുകളും സന്നദ്ധ സേവകരും ഒക്കെ തന്നെ ഇടപെട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ കുറച്ച് ദിവസം കൂടെ അവധി ചോദിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നേ. കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു യാത്രയൊക്കെ തുടങ്ങുന്ന ദിവസമല്ലേ, നമുക്ക് നോക്കാം.